സത്യം പറഞ്ഞാൽ റീ എൻട്രി എന്ന് പറയുമ്പം എല്ലാവരും ആഗ്രഹിക്കുന്നത് പോയി ഹാപ്പി ആയിട്ട് വീണ്ടും നമ്മൾ ആ വീടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ആൾക്കാർക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് വരണം എന്നാണ്. അപ്പൊ ഞാനും മൈൻഡിൽ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ എയർപോർട്ടിൽ വെച്ച് കുറെ ആളുകൾ ചോദിക്കുമ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ പറഞ്ഞു ഞങ്ങൾ വീട് കത്തിക്കും, ഫയർ ആയിരിക്കും. അപ്പൊ പോലെ ഞാൻ പറഞ്ഞത് വരുന്നിടത്ത് വെച്ച് കാണാം, ആ ഒരു സാധനമായിരുന്നു. നമുക്ക് നോക്കാം എന്താകും അറിയില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾക്ക് എനിക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വരുത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മളെ കുറിച്ച് മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ സ്പ്രെഡ് ചെയ്യുമ്പം അത് പുറത്ത് നമുക്കുണ്ടാക്കുന്ന വേദനകള് വിഷമങ്ങളൊക്കെ ഭയങ്കര വലുതാണ്. ഈ സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു PR അറ്റാക്ക് എന്ന് വേണം പറയാൻ, അതൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്കേ മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ നമ്മളെയൊക്കെ ലൈഫിൽ എന്താ പറയാ, ഞാൻ ഭയങ്കര സാധാരണക്കാരായിട്ട് ജീവിച്ചു വരുന്ന ഒരാളാണ്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പം പെട്ടെന്ന് വന്നിട്ട് ഞാൻ ഭയങ്കര ഫ്രണ്ടായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് നല്ല ഒരു ബ്രദർ കൈൻഡ് ഓഫ് ഒരു റിലേഷൻഷിപ്പാണ് അപ്പാനിയുമായിട്ട്. അപ്പൊ അപ്പാനിനെ കുറിച്ച് പറയുന്നു, എന്നെ ചേർത്ത് പറയുന്നു. ആ പറഞ്ഞതിന്റെ പേരില് പുറത്ത് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടും വേദനയൊക്കെ ഭയങ്കര വലുതാണ്. അപ്പൊ എനിക്ക് അതൊന്ന് മാറ്റി പറയണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ആ ഹൗസിലുണ്ടെങ്കിൽ ഒരിക്കലും അനുവും ഷാനവാസും അങ്ങനെ പറയില്ലായിരുന്നു, അതെനിക്ക് 100% ഉറപ്പാണ്. അപ്പൊ തിരിച്ചു കയറിയപ്പോ എനിക്ക് അതിനൊരു ക്ലാരിറ്റി വരുത്തണമായിരുന്നു. അത് അനുമോള് പറഞ്ഞു, അനുമോൾ അത് തിരുത്തി പറഞ്ഞു. ഞാൻ ചോദ്യം ചോദിച്ച സമയത്ത് അനുമോൾ സൈലന്റ് ആയി, അനുമോൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. സോ അതിൽ ഞാൻ ഭയങ്കര ഷാനവാസ് അതുപോലെ തന്നെ ഷാനവാസിന്റെ വിരൽ ചൂണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തെങ്കിലും പറയാനോ ചോദിക്കുമ്പോൾ ഷാനവാസിന് ഒന്നും പറയാനില്ല. അപ്പൊ ദാറ്റ് മീൻസ് ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് എനിക്ക് തോന്നുന്നു. ഷാനവാസ് അതിന് ശേഷവും നമ്മുടെ ആഫ്റ്റർ ഒരു പാർട്ടി ഉണ്ടേ, അപ്പൊ ആ സമയത്ത് ഷാനവാസിക്ക് എന്നെയോ അപ്പാനിനെ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ പിള്ളേരാണെന്നാ പറഞ്ഞത്. അന്ന് ഞാൻ കണ്ടന്റിന് വേണ്ടി അങ്ങനെ പറഞ്ഞതാണെന്ന് ഷാനവാസിക്ക് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇവര് രണ്ടുപേരും ആ കുറ്റം സമ്മതിക്കുമ്പോ അനുമോള് സമ്മതിച്ചായിരുന്നു. അനുമോൾ അന്നും സൈലന്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചാൽ അനുമോൾക്ക് 100 ന്യായങ്ങൾ കാണും പറയാൻ. പക്ഷെ അന്ന് അനുമോള് പുറത്തിറങ്ങിയിട്ട് പറയാം. പാർട്ടി സമയത്തോ പിന്നീട് ഈ ഫിനാലെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലാസ്റ്റ് ഹഗ് ചെയ്യുന്ന സമയത്ത് അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ എല്ലാം അറിയാലോ, ഞാനല്ല ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ അങ്ങനൊന്നും വിചാരിച്ചു പറഞ്ഞതല്ല എന്ന് അനുമോള് പറഞ്ഞപ്പം ഐ എം ഹാപ്പി. ബിക്കോസ് അതിനൊരു ക്ലാരിറ്റി ഉണ്ടായി. അത് കാരണം എനിക്കിപ്പോ ഒരു സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. വേണ്ടിന്ന് വെച്ചിട്ട് നമ്മൾ വഴക്കുണ്ടാക്കാൻ ചെന്നതല്ല, പക്ഷെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി എനിക്ക് വരുത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ അനുമോള് നിങ്ങൾ ബിഗ് ബോസിൽ കയറിയ സമയത്ത് അനുമോൾ ആദ്യം വന്ന് മടിയിലൊക്കെ ഇരുന്ന് അല്ലേ കെട്ടിപ്പിടിച്ച്, അപ്പൊ ആ സമയത്ത് എന്തായിരുന്നു മനസ്സിൽ? അയ്യോ, ഞാൻ അനുമോളുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അനുമോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആദ്യം തന്നെ ഇപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പുറത്തുനിന്നൊരു കാര്യം അകത്തുള്ള ആരും അറിയുന്നില്ല, അറിയാനായിട്ട് ബിഗ് ബോസ് അനുവദിക്കത്തില്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അനു ആദ്യം ചോദിക്കുന്ന, എടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലൈവ് കണ്ടുള്ളവർക്ക് അറിയാം, അനു ആദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ ഓക്കെ ആണോ, പുറത്ത് ഓക്കെ ആണോ എന്നാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു അനു എങ്ങനെ അറിഞ്ഞു? കാരണം ആദ്യം ഹൗസിലേക്ക് കയറിയാൽ അപ്പാനിയാണ്, പിന്നെ ഷാരിക സരിക കയറി, ഞാനും മുൻഷിയും ശൈത്യം കയറി. അപ്പൊ അനു ഇങ്ങനെ ചോദിക്കണമെങ്കിൽ അറിഞ്ഞത് അനുവിന് എങ്ങനെ, ഞാനിപ്പോ മനസ്സിലാലോചിച്ചു അനു എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അത് കഴിഞ്ഞിട്ടും ഞാൻ ശൈത്യടുത്ത് പറഞ്ഞു, എടി ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. സരിയ ചേച്ചിയുടെ പറഞ്ഞു, ഞാൻ ചോദിക്കത്തില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുമായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ മണിക്കൂർ ഇങ്ങനെ പിന്നിടുമ്പോഴും ഉണ്ടല്ലോ, നമ്മൾ അനുഭവിച്ച വേദന, ഇപ്പൊ എനിക്കുണ്ടായ വിഷമം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കുറെ PR അങ്ങനെ പലതും പറഞ്ഞുണ്ടാക്കിയെന്ന് വെച്ച് അത് കേട്ടിട്ട് എന്താണ് സത്യം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാണ്ടാണ് ആൾക്കാര് കമന്റ് ഇട്ട് അതിന്റെ വാലി പിടിച്ച് ഇങ്ങനെ പോകുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ടും കൺട്രോൾ ചെയ്തിരുന്നു. ഞാൻ അപ്പാനെ അടുത്ത് പറഞ്ഞു, അപ്പാ നീ ചോദിക്കണോ? അപ്പൊ പറഞ്ഞു വേണ്ടാടാ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് പറ്റിയില്ല നമുക്ക്. അങ്ങനെയാണ് ഞാൻ അനുവിന്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അനു സൈലന്റ് ആയി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ചപ്പാത്തി കള്ളി എന്ന് അനുവിനെ ഹൗസിനുള്ളിൽ വിളിച്ചത് പുറത്ത് ഏത് രീതിയിലായിരിക്കും വരുന്നത്, എന്ത് മോശമായിട്ടായിരിക്കും എന്നെ ചിത്രീകരിക്കുന്നത് എന്ന് പറഞ്ഞ ആളാണ് അനു. അപ്പൊ ഒരു പെൺകുട്ടീനെയും ആൺകുട്ടീനെയും കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് അതെ, അപ്പൊ 2 പേരെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് അയാൾ മാരീഡ് ആണ്, അയാൾക്ക് ഫാമിലി ഉണ്ട്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് എത്രത്തോളം മോശമായിട്ടായിരിക്കും പുറത്ത് വരുന്നത് അനു ചിന്തിച്ചോ? ഇല്ല. അതാണ് അതിനൊരു ക്ലാരിറ്റി വരുത്തണം എന്ന് എനിക്ക് നല്ല രീതിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതങ്ങ് വരുത്തി. ഈ സൈബർ ബുള്ളിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ഭയങ്കര അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ബിൻസിയുടെ ലൈഫിലാണെങ്കിലും ബിഗ് ബോസ് കഴിഞ്ഞ് എവിക്റ്റ് ആയി വരുമ്പോൾ ഇതൊരു ഫസ്റ്റ് സംഭവമാണ്. അപ്പോ ഇതെങ്ങനെയാ ഓവർകം ചെയ്തത്? ആ ഒരു ഡേയ്സ് എങ്ങനെയായിരുന്നു? ഞാൻ ഈ മീഡിയ ഫീൽഡ് ആണെങ്കിലും പബ്ലിക്കിന് മുന്നിൽ എന്റെ കാര്യങ്ങളെല്ലാം വെട്ടി തുറന്ന് പറയുന്നത് ഈ മഴവിൽ മനോരമയിൽ എന്റെ ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ്, ടോപ്പ് ആങ്കർ. അപ്പൊ എന്നെ സംബന്ധിച്ച് PG പഠിച്ചിറങ്ങിയ ഒരു സാധാരണക്കാരിയായിട്ടൊരു കുട്ടി, പ്രത്യേകിച്ച് കലാപരമായിട്ടുള്ള ഒരു കഴിവും ഇല്ല, പാട്ട് ഡാൻസ് അങ്ങനെ ഒന്നും അറിയത്തില്ല, ആകെ കൂടെ അറിയുന്നത് ഇങ്ങനെ സംസാരിക്കാനാണ്. അപ്പം റിയാലിറ്റി ഷോ ആങ്കേഴ്സിന് വേണ്ടിയുള്ളതാണ്. സെലക്ഷൻ കിട്ടി. സാബു ചേട്ടൻ ഐല ചേച്ചിയൊക്കെയാണ്. അപ്പൊ ഭയങ്കര കയ്യടി, എക്സൈറ്റ്മെന്റ്, കാർത്തിക് സൂര്യയൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ വെട്ടി തുറന്ന് പറയാണ് നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ്, വന്ന വഴി കാര്യങ്ങളൊക്കെ.
അപ്പൊ അന്ന് ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് എന്നെ ആൾക്കാർ സ്വീകരിച്ചത്. അങ്ങനെയാണ് എനിക്ക് ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് ഒക്കെ കൂടുന്നത് എല്ലാം. അതിനുശേഷം ഞാൻ റേഡിയോയിൽ ചെയ്യുന്ന ഷോ ആണെങ്കിലും പബ്ലിക്കിനോട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോഴും ആൾക്കാർക്ക് ഭയങ്കര സ്നേഹമാണ്. പെട്ടെന്നാണ് സ്വിച്ച് ഇട്ട പോലെ നമ്മൾ അറിയാത്തൊരു കാര്യത്തിന്റെ പേരിൽ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത്. ദൈവം അനുഗ്രഹിച്ച് വീട്ടുകാർ ഭയങ്കര പോസിറ്റീവായിട്ട് എല്ലാം എടുക്കുന്ന ആൾക്കാരാണ്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു സമാധാനം. അപ്പൊ നമ്മൾ എപ്പോൾ ഫോൺ നോക്കിയാലും അപ്പാനി ചാച്ചൻ, ചാച്ചനായിട്ട് എന്താണ്, ചാച്ചനും ബിൻസി കൊച്ചും ഈ ഒരു സാധനമാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ നമ്മളെല്ലാവരും പറയുന്നുണ്ട് വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആളെനിക്ക് എൻ്റെ ബ്രദറിനെ പോലെയാണ്, ഇപ്പൊ രേഷ്മ വിളിച്ച് സംസാരിക്കാറുണ്ട്, എല്ലാം പറഞ്ഞു. ഞങ്ങൾക്കില്ലാത്ത പ്രശ്നമാണ് ആളുകൾക്ക്. പിന്നീട് മനസ്സിലായി ഈ കമന്റ് ഇടുന്ന ഓരോ പ്രൊഫൈലും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അറിയാം എല്ലാം ഫേക്ക് അക്കൗണ്ട് ആണ്. പിന്നെയാണ് ഈ PR അറ്റാക്ക് ആണ് അതെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. ആ സമയത്ത് പിന്നെ നമ്മൾ ഓക്കെ പൈസ ഉള്ളവർക്ക് എന്തും ആവാം, അതാണ് പണത്തിന് മേല് എന്താ നമുക്ക് പരുന്തും പറക്കില്ല, എന്തുവാകാം. പൈസ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ മോശം കാണിച്ചാലും അതിനെയൊക്കെ വെളുപ്പിക്കാൻ പുറത്ത് ആൾക്കാരുണ്ട്. പൈസ ഇല്ലാത്തവരുടെ അവസ്ഥ ഇതായിരിക്കും. എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടെന്നുള്ള മനസ്സിലാക്കിയ ഒരു സമയത്താണ് ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ആ പ്രതികരണമാണ് നിങ്ങൾ കണ്ടത്. ശരിക്കും ഈ ഗെയിമൊക്കെ അവസാനിച്ചു, പറയാനുള്ളത് എല്ലാ ഹൗസിൽ പോയി പറഞ്ഞു തീർത്തു. ഇനി ദേഷ്യങ്ങളോ എന്തെങ്കിലും വിഷമങ്ങളോ ബാക്കിയുണ്ടോ? അയ്യോ ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. നമ്മള് ഈ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് അനു വിന്നറാണെന്ന് അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് ചാടി എണീറ്റ് കൈയടിച്ച് അനുവിന്റെ അടുത്ത് ചെല്ലുന്നത്. ആഫ്റ്റർ പാർട്ടിക്ക് അനുവിനെ ചെന്ന് കെട്ടിപ്പിടിച്ച് നമ്മൾ കുറെ നേരം സംസാരിച്ചു. ഷാനാസിക്കയുടെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ അത്രയും കമ്പനിയായി എല്ലാവരുമായിട്ട്. ഒരാളോട് പോലും ഒരു ദേഷ്യവും പിണക്കവും ഇല്ല. ഹാപ്പി ആയിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. അതെ, നമ്മുടെ ശൈത്യക്ക് പിന്നെ ഭയങ്കരമായിട്ടുള്ള വീണ്ടും സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും കട്ടപ്പ 2.0 എന്നൊക്കെ കമന്റ്സ് ഒക്കെ വരാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നത് മെയിൻലി വന്നത് ആ ഒരു അനു വിൻ ചെയ്തപ്പോഴത്തേക്ക് ആള് ഒരു ഇമോഷനും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്ത് തോന്നുന്നു? ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണല്ലോ, നമുക്കൊന്നും അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. ശൈത്യ അങ്ങനെ ചെയ്തെങ്കിൽ ശൈത്യക്ക് വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണം കാണും. അപ്പൊ കാരണങ്ങൾ നമുക്ക് കുറേയേറെ അറിയാം, പക്ഷെ ആൾക്ക് നല്ലൊരു റീസൺ കാണും. അല്ലാണ്ട് ശൈത്യ അങ്ങനെ ചെയ്യുമെന്ന് ശൈത്യം എന്നല്ല ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമുക്ക് ശൈത്യം വരുമ്പോൾ ചോദിക്കാം. അതെ, ഇപ്പോൾ ബിൻസിക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റീ എൻട്രി ടൈമിൽ ബിൻസി കുറേ പൊട്ടിത്തെറിച്ചത് മസ്താനിയുടെ അടുത്ത്. എനിക്ക് തോന്നുന്നു അനുവിനേക്കാളും കൂടുതൽ പൊട്ടിത്തെറിച്ചത് മസ്താനിയായിട്ടുള്ള ഒരു വിഷയത്തിലായിരുന്നു. ശരിക്കും അത്രയും നിങ്ങളെന്നാ ഒരുമിച്ച് ആ ഹൗസിൽ നിന്നിട്ടില്ലായിരുന്നു. എന്തായിരുന്നു ശരിക്കും നിങ്ങൾ തമ്മിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള കാരണം? നമ്മൾ കേട്ടിരുന്നു ചാച്ചൻ്റെ ഓട്ടോയിൽ കയറിപ്പോയി, ആ ഒരു സംഭവം കൊണ്ട് മാത്രമായിരുന്നു അത്രയും ഒരു പ്രശ്നം ഉണ്ടായത്? മസ്താനിയായിട്ട് ഞാൻ എവിക്റ്റായി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ മസ്താനി പറഞ്ഞത് ബിൻസി ദാരിദ്ര്യം വിറ്റ് ജീവിക്കാനായിട്ടല്ലേ ബിഗ് ബോസിൽ പോയത്, ബിൻസിയുടെ ചാച്ചൻ ഓട്ടോ ഓടിക്കുകയല്ലേ. അപ്പൊ എപ്പോ എവിടെ നോക്കിയാലും ലൈവ് കാണുന്ന സമയത്ത് ഫുള്ളും ബിൻസി ഇരുന്ന് പറയുന്നത് ചാച്ചൻ ഓട്ടോ ആണ്, എന്റെ ഗോൾഡ് പണയം വെച്ചിട്ടാണ് വന്നത്, വീട്ടിൽ പൈസ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ എന്താണ് ബിൻസി ഇതിന്റെ ഉദ്ദേശം എന്ന് ഒരു അരമണിക്കൂറും ബാക്കി ഒരു 3/4 മണിക്കൂർ ഫുൾ അപ്പാനിയുടെ കാര്യങ്ങളാണ് എന്റെ അടുത്ത് ഇന്റർവ്യൂവിൽ ചോദിച്ചത്. ഞാനും ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ആളാണ്, ഞാനും ആങ്കർ ആണ്. അപ്പൊ എനിക്കറിയാം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആളോട്ടും കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതെ, അത് മനസ്സിലാകും. അല്ലാതെ വീണ്ടും വീണ്ടും അത് ചോദിച്ച് മുൻപിലിരിക്കുന്ന ആൾ ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല.